ഇത് ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലമാണ്. PPP ബുക്ക് ചെയ്ത് കണ്ടില്ലടാ. ആദ്യം ബുക്ക് ചെയ്തത് ഞങ്ങളാ. അത് വായിച്ച് നിങ്ങൾ എഴുതിയാ ഞങ്ങൾ സമ്മതിച്ചിരണോ? നിങ്ങൾ വഴക്കുണ്ടാക്കാതെ പോയി. നിങ്ങൾ വരയ്ക്കാൻ നോക്കാം. എന്നാലും അത് കാണാലോടാ. മാറിക്കടാ. സംസാരിക്കാം. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വിട്, മാറിക്കടാ അവിടെ. വിട് ചേട്ടാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. എന്റെ അടുത്ത് എത്ര പറഞ്ഞാ അവ അപ്പൊ കയ്യോങ്ങുന്നു. മാറിക്കടാ അവിടെ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ ചേട്ടാ. എന്താ ചേട്ടാ ഇത്? സജി എന്താ ചേട്ടാ നമുക്ക് സംസാരിച്ചു തീർക്കാം. ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കും പ്ലീസ്. ചേട്ടാ പ്ലീസ് വെറുതെ പ്രശ്നം ഉണ്ടാക്കാതെ. ചേട്ടാ വേണ്ട. അടിയടവരെ രാജേട്ടനെന്ന് തോന്നുന്നു. ഈ കളി നീ തന്നെ ജയിക്കുമെന്ന്. അതല്ല, പിന്നെ വേദന തിരിച്ചു വരും തോന്നുന്നുണ്ടോ? വരാതെ എവിടെ പോവാനടാ? ഇതാ കുട്ടിയുടെ അടവായിട്ടാ എനിക്ക് തോന്നുന്നത്. അടവോ? നീ നോക്കിക്കോ, ഈ ഇലക്ഷൻ കഴിയുന്നതോടെ വിക്രമും ശ്രീനിസാറുമായുള്ള മുഴുവൻ കണക്ഷനും ഇല്ലാതാവും. അങ്ങനെ ചെയ്തോളന്ന് വിക്രം വാക്കൊടുത്തല്ലേ? ആ വാക്കിലും വിശ്വാസമില്ലെന്ന് പറഞ്ഞല്ലേ വേദ പോയത്. അപ്പൊ ഇനി വിക്രം വാക്കുവലിക്കും. പാലിക്കും. ഉറപ്പാണ്. എടാ, ലോകത്ത് ഏറ്റവും കൂടുതൽ ചൂടുള്ള തീ ഏതാണെന്ന് അറിയൂ? ജമീൻ പ്രേമത്തി. അതെ, പ്രണയാഗ്നിയിൽ കുടുങ്ങിയാൽ മനുഷ്യൻ എന്തും ചെയ്യും. ഹെലൻ എന്ന രാജ്ഞിക്ക് വേണ്ടി പണ്ട് ഗ്രീക്കുകാര് ട്രോയ്ക്കെതിരെ 10 കൊല്ലമാണ് യുദ്ധം ചെയ്തത്. അതാണ് പ്രേമത്തിന്റെ ശക്തി. അതേത് യുദ്ധം? 2ാം ലോക മഹായുദ്ധം. ഹേ, എടാ കഴുതേ, ഓ, വിവരം വേണം. മിനിമം അമർ ചിത്രകഥയെങ്കിലും വായിക്കണം കേട്ടാ. ഞങ്ങൾ ന്യൂജൻ പിള്ളേർക്ക് എന്താ ചിത്രകഥ? അതൊക്കെ നിങ്ങൾ തന്തോയ് ടീംസിന്റെ പരിപാടിയാണ് കുട്ട. അപ്പൊ നിങ്ങൾ പറയണത് വേദ തിരിച്ചു വരുന്നതാണ്. അവര് രണ്ടുപേരുടെ ഉള്ളില് ഇപ്പൊ ശരിക്കും വിഷമമാണ്. ഒരുമിച്ച് കഴിഞ്ഞ കാലത്തെ ഓർമ്മകൾ കൊണ്ട് അവർക്ക് ഇരിക്കപ്പുറത്തി കിട്ടാതാവും. അപ്പൊ ഒരുമിച്ചേ പറ്റൂ എന്നാവും. എന്നാ പിന്നെ ആ മടങ്ങി വരവ് നമുക്കൊന്ന് ആഘോഷിക്കണം. അതേടാ, നീ പിടിച്ചൊരു താലി കൂടി അവനെ കൊണ്ട് കിട്ടിക്ക്. ഏ? അക്കാര്യത്തിൽ അവനോ റെക്കോർഡ് ഉണ്ടാക്കട്ടെ. രാജേട്ടാ, ഹരിയൻകുട്ടാ, എന്താണ് ജോസഫെ? പട്ടി കിതക്കുന്ന പോലെ കിതക്കുന്നുണ്ടല്ലോ. പിടി കൊടുക്കാതെ ഓടിയതാ ഞാൻ. ആർക്ക്? വിക്രവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കളിക്കാനൊരു മൂടില്ലെന്ന് പറഞ്ഞു ഈ മൂലയ്ക്ക് ഇരിക്കണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞിട്ടത്. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നോ? ആ, ഒരു 10-15 മിനിറ്റ് മുന്നേ പോയത്. അപ്പൊ അവനല്ലേ? അവന്റെ പേരാണ് പറയുന്നത്. എന്ത് പറയുന്നത്? വാസവന്റെ മകൻ വരുണിനെ കൊത്തി. അയ്യോ, സീരിയസ് ആണെന്നാ തോന്നുന്നത്. അത് ചെയ്തത് വിക്രാണെന്നാ പറയുന്നത്. അയ്യോ എടാ, അവൻ വൈകിട്ട് മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ആളുകൾ പറയുന്നത് അവൻ തന്നെയാണെന്നാ. വാസവന്റെ ആളുകൾ അവനെ തെരഞ്ഞു നടക്കുക. എന്നെ വഴിയിൽ വെച്ച് പിടിക്കാൻ നോക്കിയതാ. ഞാൻ ഒരു വിധത്തിലാ രക്ഷപ്പെട്ടത്. അതെ, നിങ്ങൾ വാ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. ഈ സ്ഥലം അവർക്ക് അറിയാം. അയ്യോ, വാടാ ഏട്ടാ, വാ. വാലേ, വാ. വേഗം വാ. വാ, വേഗം നടക്ക്. അവൻ പോണു. അത് അവന്റെ വണ്ടിയാ. അത് വിക്രമല്ലടാ. ചിലപ്പോ അവൻ മോളിൽ കാണും. വാടാ. സാർ, അർജന്റായിട്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് മാറ്റാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ ഇപ്പൊ സാർ വരണം. ഹലോ. അതെ, കാര്യം ഒത്തിരി സീരിയസ് ആണ് ഡോക്ടർ. വരുൺ ഇഞ്ചുറി വളരെ ഡീപ്പായിരുന്നു. ഇന്റേണൽ ഓർഗൻസ് എല്ലാം മുറിഞ്ഞിട്ടുണ്ട്. അടിയന്തരമായ ഒരു ഓപ്പറേഷന് വേണ്ടി തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനിരുന്നതാ. അപ്പോഴേക്കും ഒരു അറ്റാക്ക് വന്നു. ഹീ കുഡിൻ സർവേ. സോറി. വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. ആ പയ്യനും വിക്രവുമായി ഈ അടുത്ത കാലത്ത് സംസാരിച്ചിരുന്നതാ. അവനോടുള്ള വിക്രമിന്റെ ആറ്റിറ്റ്യൂഡ് ഇപ്പൊ പഴയ പോലെ അല്ല. പോസ്റ്റർ ഒട്ടിക്കുന്ന കാര്യത്തില് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോ അവർ രണ്ടുപേരും ഇടപെട്ട അണികളെ പിടിച്ചു മാറ്റിയത്. ഇന്നായിരുന്നെങ്കിൽ ഒരു കൊലപാതകത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. അതെ സാറേ, മാസ്ക് ഇട്ട് വിക്രം വന്ന് ഒരു പ്രകോപനം ഇല്ലാതെയാണ് കുത്തുകയായിരുന്നെന്ന് അറിയാൻ കഴിഞ്ഞ്. അങ്ങനെ ഒരിക്കലും വിക്രം ചെയ്യില്ല. നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? ഇല്ല സാറേ, ഞങ്ങൾ ക്ലബ്ബിൽ ക്യാരംസ് കളിക്കായിരുന്നു. വിക്രം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ജോസഫ് എന്ന് ഈ വിവരം പറയുന്നതിന് 10 മിനിറ്റ് മുമ്പ് വിക്രം അവിടെ നിന്ന് പോയത്. ഇനി അവിടുന്ന് വിക്രം നേരെ അങ്ങോട്ടേക്കാണോ വന്നത്? ആണോ? അവനെ കൊലപാതകയാക്കിയേ തീരുന്നുള്ള വാശിയുണ്ടെങ്കിൽ പോലീസ് അത് സ്ഥാപിക്കാൻ നോക്കും. അതെ, കാരൻസ് കളിക്കുന്നതിനിടയിൽ ആരെങ്കിലും എണീറ്റ് പോയി കൊലപാതകം നടത്തുമോ? ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് മാസ്ക് ഇട്ടാലും വിക്രമിന് മനസ്സിലാവുമായിരുന്നു. അത് പുളിക്കനും അറിയേണ്ടതല്ലേ? വിക്രമിനെ ആദ്യമായിട്ട് കാണുന്ന ആളൊന്നും അല്ലല്ലോ പുളിക്കൻ. പൊളിക്കനാണ് പറഞ്ഞത് വിക്രമാണ് കുത്തിയെന്ന്. താൻ കണ്ടോ വിക്രം കുത്തുന്നത്? ഞാൻ കണ്ടതാണെന്നേ. പുറകീന്നാണ് ഞാൻ കണ്ടത്. അവനിടാറുള്ള ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ചെക്ക് ഷർട്ടില്ലേ, അതായിരുന്നു വേഷം. അത് കഴിഞ്ഞ് ഞാൻ വിക്രം അലറി വിളിച്ച് അവൻ തിരിച്ചു നോക്കുകയും ചെയ്ത്. അവിടെ നിൽക്കണത് അബദ്ധം തോന്നിയപ്പോൾ ഞാൻ ഓടിപ്പോന്നു. എന്നിട്ട് കുറച്ച് ഓടിയപ്പോ അവൻ എന്നെ തള്ളി താഴെയിട്ട്. എന്നിട്ട് അവിടേക്ക് ഓടിപ്പോയി. അത് വിക്രം അല്ല സാറേ, അവൻ അങ്ങനെ ചെയ്യില്ല. വിക്രമായിരുന്നെങ്കിൽ തന്നെ തള്ളി താഴെ ഇടുന്ന എന്തിനാ? എനിക്കറിയില്ല സാറേ. അവനുമായിട്ട് പോകുന്നതിനിടയിലെ താൻ അവനോട് സംസാരിച്ചില്ലേ? കുറച്ചു നേരം ഓടിയപ്പോ കിതപ്പ് കൊണ്ട് ഞാൻ അവനോട് നിന്ന്. ഞാൻ അവനോട് എന്തിനാണ് ചെയ്തെന്ന് ചോദിച്ചു. അപ്പോഴാണ് അവനെ തള്ളി താഴിട്ടിട്ട് ഓടിക്കളഞ്ഞത്. അവിടെ നിന്ന് സംസാരിക്കുമ്പോഴും അത് വിക്രം അല്ലാന്ന് പുളിക്കന് മനസ്സിലായില്ല. അതിന് അവൻ ഞാൻ ചോദിച്ചതൊന്നും മറുപടി പറഞ്ഞില്ല. ശബ്ദം കേട്ടൊക്കെ കണ്ടുപിടിക്കായിരുന്നു. തനിക്ക് എന്ത് തോന്നുന്നു? അത് വിക്രമായിരുന്നോ? ശരീരം കൊണ്ട് അവരെപ്പോലെ തന്നെ ഉണ്ടായിരുന്നു. മുഖവും ശബ്ദവും എനിക്ക് അറിയാൻ പറ്റില്ല സാറേ. അപ്പൊ അതെന്തായാലും വാങ്ങിയ കാശിന് അയാള് ശരിക്കും നന്ദി കാണിച്ചു ഇല്ലേ ശ്രീകാന്ത്? അതെ, പണിക്കത്തെ തറവാട്ടിന്റെ മരുമക്കളാകാൻ തുനിഞ്ഞിറങ്ങിയ 2 പേർ. ഒരുത്തൻ ഒരു ഗുണ്ടയും മറ്റൊരുത്തൻ അതിലും വലിയ തെണ്ടിയും. എടോ, തീർന്നു എന്നത് സത്യമാണല്ലോ അല്ലേ? ഒരു സംശയവും വേണ്ട സാറേ. ഞാൻ ആശുപത്രിയിൽ വിളിച്ച് ഉറപ്പുവരുത്തതാ. എന്നാലും തന്റെ സെലക്ഷൻ സമ്മതിക്കണം സാർ. മാസ്ക് ഇട്ട് നടന്നു വരുമ്പോ അവൻ തനി വിക്രമിനെ പോലെ തന്നെ ഉണ്ടായിരുന്നു എന്നാ ആ പുള്ളിക്കൻ പറഞ്ഞത്. അയാൾക്ക് പോലും അവൻ വിക്രമാണോന്ന് സംശയം തോന്നിയത്രേ. അവന്റെ ആക്യുറസി സമ്മതിക്കണം.
പിന്നെ വലത്തെ വാരിയലിന് താഴെ കരളും തകർത്താ കത്തി കയറിയത് ഉള്ളിലിട്ടൊരു തിരികൂടിയായപ്പോ ഉടലാകെ കലങ്ങിപ്പോയത്രേ. അങ്ങനെ പണിക്കത്ത് വീട്ടിലേക്ക് വരാൻ നിന്ന ഒരുത്തൻ തീർന്നു. ഒരു വർഷമായി ഷർട്ടും തെച്ച് വെച്ചിരിക്കുന്ന മറ്റൊരുത്തൻ അതിന്റെ പേരിൽ കുടുങ്ങുകയും ചെയ്യും അല്ലേ? അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞൂടാ. അവന് വേണ്ടി അവൾ എന്തായാലും കോടതിയിൽ ഹാജരാകും. കുത്തുന്നത് കണ്ടു എന്ന് പറയാൻ നമ്മൾ ദൃക്സാക്ഷികളെ നിർത്തിയാലും അവളുടെ തിരിച്ചും മറിച്ചുള്ള ചോദ്യത്തിൽ അവർ കൊടുക്കും. ആ സമയത്ത് അവൻ സ്പോട്ടിൽ ഇല്ലായിരുന്നു എന്ന് കാണിക്കാൻ അവരുടെ കയ്യിലും ടവർ ലൊക്കേഷൻ, സാക്ഷിമൊഴി എന്നൊക്കെ പറഞ്ഞ് രേഖകൾ കാണുമല്ലോ. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ അവനെ വിട്ടയക്കാനുള്ള സാധ്യത നമ്മൾ കാണണം. അത് എത്ര സ്ട്രോങ് എഫ്ഐആർ ആണെങ്കിലും. താൻ അതിനവനെ കഷ്ടപ്പെട്ട് പിടികൂടി തെളിവുകൾ ഉണ്ടാക്കി പ്രോസിക്യൂട്ടർക്ക് കൊടുത്ത് ബാധിപ്പിച്ച് ജയിലിൽ അടയ്ക്കാനെന്ന് മെനക്കെടണ്ടോ? ഇപ്പൊ ആ വാസവന്റെ മോന് വേണ്ടി ചെയ്തതുപോലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി മഹസർ എഴുതാൻ 2 പോലീസുകാരെ നാളെ ക്രൈം സീനിലേക്ക് അയച്ചാൽ മതി. വാസവൻ അവനെ അവിടെ ഉറക്കി കിടത്തിയിട്ടുണ്ടാവും. ഓക്കെ ആയില്ലേ? പുറത്തൊരു ബഹളം കേൾക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടാ പ്രശ്നം? എന്താ പ്രശ്നം? അറിയില്ല, പുറത്തെന്തൊക്കെ ബഹളം കേൾക്കുന്നു. എന്തൊക്കെ അടിച്ചുടക്കുകയാണെന്ന് തോന്നുന്നു. വേണ്ട മാഷെ, ആരാണെന്ന് അറിയാതെ തുറക്കണ്ട. വിടുകമല വീട്ടിൽ വന്ന് കയറി ബഹളുണ്ടാക്കുന്ന ആരാണെന്ന് അറിയണ്ടേ? തുറക്കടാ. ഞാൻ തുറക്കാച്ച. വേണ്ട മോളെ, വീഴ്ച നിൽക്കാതെ പോയി നോക്ക മനുഷ്യ. അവരൊരിക്കലും നേരെയാവില്ല. ഇങ്ങനെ പരസ്പരം കൊല്ലാനും ചാവാനും ആയിരിക്കും അവരുടെ യോഗം. ഈ കളിയിൽ വിക്രമില്ല. ഇത് മറ്റാരുടെയോ കൊട്ടേഷനാണ്.